ഇവിടെ നോക്ക്, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ടെക്നിക്സൊക്കെ ഒരുപക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ജേണി ഒരിടത്തും എത്താൻ പോകുന്നില്ല. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നല്ല രീതിയിൽ നടക്കാൻ പോകുന്നില്ല. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മനസ്സിലാക്കി അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അതിനെ ഉപയോഗിക്കാനായിട്ട് ചില തരം ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ഏത് തരം ആൾക്കാരാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കീപ്പ് ഓൺ വാച്ചിങ്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും നിങ്ങളുടെ അടുത്ത് പറയുന്നത് ബിലീഫ് വേണം, വിശ്വാസം വേണം എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസമല്ല വേണ്ടത്, കൺവിക്ഷനാണ്. അതായത് ഒരു ഉറപ്പാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നോയിങ് ഫ്രം വിത്തിൻ. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം അത് നടക്കുമെന്ന്. അതിനെയാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ട് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു. നമുക്കറിയാം അത് വരും എന്ന്. ചിലപ്പോൾ ഇച്ചിരി താമസം ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. നമുക്ക് ആ ഒരു ഉറപ്പുണ്ട്. വി നോ ദാറ്റ്. ആ ഒരു നോയിങ്ങിനെയാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാം. സാഹചര്യം മാറുമ്പോൾ, നമുക്ക് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് വരുമ്പോൾ, ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം വരാം. ബിലീഫിന് ചേഞ്ച് വരാം. പക്ഷെ കൺവിക്ഷൻ ചേഞ്ച് ആവില്ല. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസമല്ല, കൺവിക്ഷനാണ്. നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റാണ്, നമ്മൾ എന്ത് ലക്ഷ്യവും നേടാൻ പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അവനവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഡു ഐ ഡിസേർവ് ഇറ്റ് ഓർ നോട്ട്? എനിക്കിതിനുള്ള അർഹതയുണ്ടോ? അതായത് ഇത് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ കോർ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ഉത്തരമാണ് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഡു ഐ ഡിസേർവ് ഇറ്റ് ഓർ നോട്ട്? എനിക്കിതിനുള്ള അർഹതയുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ ഇല്ല എന്നൊരു ഉത്തരമാണ് ഉള്ളിൽ നിന്നും വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൺവിക്ഷൻ ഇല്ല എന്നാണ്. ആ കൺവിക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ലവറിനെ, നമ്മുടെ എക്സ് ലവറിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണോ, അതല്ലെങ്കിൽ ഒരു എക്സാം എഴുതി പാസ്സാവുന്നതാണോ, ഒരു നല്ല രീതിയിലുള്ളൊരു ജോലി നേടുന്നതാണോ, പൈസ സമ്പാദിക്കുന്നതാണോ, അല്ലെങ്കിൽ ഫെയിം ഉണ്ടാക്കുന്നതാണോ, അത് എന്തോ ആയിക്കോട്ടെ, നമുക്കതിനുള്ള അർഹതയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ചോദ്യമാണ് നമ്മൾ അവനവനോട് ചോദിക്കേണ്ടത്. അത് ഇല്ല എന്നുള്ളൊരു ഉത്തരമാണ് ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മുടെ മാനിഫെസ്റ്റേഷൻ അവിടെ നിർത്തിവെക്കുക. എന്നിട്ട് ആ വിശ്വാസം ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അഫർമേഷനാണ്. അഫർമേഷൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ കുറേ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മളെ തന്നെ ചുരുക്കിക്കളയുന്ന, നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത്രയൊക്കെ ആകാനേ എത്തുള്ളൂ, നമുക്ക് അതിനുള്ള ആവതേ ഉള്ളൂ, അതിനുള്ള ഭാഗ്യമേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളെ മാറ്റി ഇവിടെ ഉള്ള നല്ല രീതിയിൽ എന്ത് വേണേലും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവും അർഹതയും എനിക്കുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് ആഫർമേഷൻസ്. നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ് ആഫർമേഷൻസിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് ആ അഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് ലിമിറ്റിംഗ് ബിലീഫ്സിനെ ആദ്യം ഇല്ലാണ്ടാക്കണം. ഡു ഐ ഡിസേർവ് ഇറ്റ് ഓർ നോട്ട്? ഞാനിതിന് അർഹനാണോ അല്ലെങ്കിൽ അർഹയാണോ എന്നുള്ള ചോദ്യത്തിന് അതെ എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ അപ്പം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സ്വപ്നം ഉറപ്പായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനുശേഷം വേണം നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഇനി അഫർമേഷൻസ് എഴുതാൻ അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എങ്ങനെ അഫർമേഷൻസ് എഴുതാൻ പറ്റും എന്നറിയില്ല എങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞോളൂ, ഞാൻ റിപ്ലൈ തരാം. എന്നെക്കൊണ്ടാകാവുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഇനി മാനിഫെസ്റ്റേഷനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ഉള്ള പൊതുവെയുള്ള ഒരു മിത്ത് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏഞ്ചൽ നമ്പേഴ്സ്. നിങ്ങളിൽ പലരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ടായിരിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്, അത് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഞാൻ കേട്ട സമയത്ത് എനിക്കിത് അത്ഭുതമായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അറിയാനായിട്ട് ഞാൻ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കി. അതുവരെ ഒരു ഏഞ്ചൽ നമ്പർ ഞാൻ കണ്ടിട്ടുള്ള ആളല്ല. ആദ്യമായിട്ട് ഈ കോൺസെപ്റ്റ് കേട്ട സമയത്താണ് എനിക്കിത് പരീക്ഷിച്ച് നോക്കണം എന്നുള്ളൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ ഞാൻ ഏഞ്ചൽ നമ്പേഴ്സ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും ഏഞ്ചൽ നമ്പർ ഉണ്ടോ എന്ന് അന്വേഷിച്ച് തുടങ്ങി. കുറച്ച് നാൾ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ എവിടെ നോക്കിയാലും
ഞാൻ ഉദ്ദേശിക്കുന്ന ഏഞ്ചൽ നമ്പർ, ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന ഏഞ്ചൽ നമ്പർ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നോ അതേ നമ്പറുകൾ എവിടെ ചെന്നാലും കാറിൻ്റെ എന്താണ് ഈ എന്താണ് നമ്പർ പ്ലേറ്റിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിൻ്റെ സൈഡിൽ, ഞാൻ പോകുന്ന വഴിയിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തോ ഇതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഏഞ്ചൽ നമ്പർ കാണണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആണ് ഞാനത് തിരിച്ചറിഞ്ഞത്. എൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു ചിന്ത പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏഞ്ചൽ നമ്പറുകൾ കാണാണ്ടായി. ആ നമ്പറുകൾ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാനത് കാണുന്നത് നിന്നു. അതുപോലെ പൂമ്പാറ്റ, പിന്നെന്താണ് മഴവില്ല്, ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അതെനിക്ക് പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ വലിയൊരു ഹെൽപ്പായിരിക്കും. എന്തുകൊണ്ടാണ് ഈ പൂമ്പാറ്റയും മഴവില്ലും പോലെ ഭംഗിയുള്ള സാധനങ്ങളിലൂടെ മാത്രം യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഒരു സാധാരണ പാറ്റയോ അല്ലെങ്കിൽ ഒരു പല്ലിയോ എലിയോ ഇതിനെയൊന്നും യൂണിവേഴ്സിന് ഇഷ്ടമല്ലേ? എന്താണ് അതൊന്നും കാണിച്ച് നമുക്ക് സിമ്പൽ തരാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്പേഴ്സ് മാത്രം കാണിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അക്ഷരങ്ങൾ പറ്റില്ലേ? 111 കണ്ടാൽ ഇന്ന ഒരർത്ഥം, 222 കണ്ടാൽ വേറൊരർത്ഥം, 555 കണ്ടാൽ വേറൊരർത്ഥം, 999 കണ്ടാൽ വേറൊരർത്ഥം. ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിൻ്റെതെന്ന് പറയപ്പെടുന്ന ഈ കോഡുകൾ നമുക്ക് വേണ്ടിയിട്ട് ഡീകോഡ് ചെയ്തത് ആരാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്കതിനെക്കുറിച്ചൊരു അറിവില്ല. നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് പറയണേ. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് യൂണിവേഴ്സ് എപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇൻറ്റ്യൂഷൻ വഴിയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചില ശക്തമായ തോന്നലുകൾ. ചിലപ്പോൾ അതിനെ ലോജിക്ക് വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് ശക്തമായിട്ടുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. ഐ ഷുഡ് ഡൂ ദാറ്റ്. ഞാനത് ചെയ്യണം. അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണ്ട എന്ന് ശക്തമായിട്ടുള്ളൊരു തോന്നൽ അതെല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതാണ് യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസിൽ പറയണേ. മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ഏതാണ് ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പലരും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ടെക്നിക്ക്. നിങ്ങൾ എന്ത് ടെക്നിക്ക് യൂസ് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ ആ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞ കൺവിക്ഷൻ, അത് കൊണ്ടുവരാനായിട്ട് ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് തോന്നുന്നത് അതാണ് ബെസ്റ്റ് ടെക്നിക്ക് നിങ്ങൾക്ക്. അത് പലർക്കും പല പോലെയാണ്. ചിലർക്ക് വാട്ടർ ടെക്നിക്ക് ആവാം, ചിലർക്ക് സ്ക്രിപ്റ്റിംഗ് ആയിരിക്കാം, ചിലർക്ക് വിഷ്വലൈസേഷൻ ആയിരിക്കാം. അത് വ്യത്യസ്തം ആണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. അത് ഒരുപോലെ ആവേണ്ട ആവശ്യമില്ല. അതിനാണ് ഇത്രയും മാത്രം ടെക്നിക്സ് ഉണ്ടല്ലോ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് ടെക്നിക്കാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ടെക്നിക്ക്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു കൺവിക്ഷൻ, നമുക്ക് അത് നേടാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉറപ്പ് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഇടയ്ക്കാണ് ഞാനൊരു 12-12 എന്ന് പറയുന്ന ടെക്നിക്ക്, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബിൽ അതങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്നത് കാണുന്നുണ്ട്, 12-12 ടെക്നിക്ക്. മറ്റുള്ള ടെക്നിക്കുകളൊക്കെ അത്ര എഫക്റ്റീവ് അല്ലാത്തടത്തും ഇത് വർക്ക് ചെയ്യുമെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഇറ്റ്സ് നോട്ട് ഇൻ ദ ടെക്നിക്ക്, ഇറ്റ്സ് അബൌട്ട് ഹൗ യു ഫീൽ അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ആ ഫീൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ടെക്നിക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ആ ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞ LOA അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ആളാണോ നിങ്ങളെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം എന്ന് നോക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും വർക്ക് ചെയ്യും. പക്ഷേ അത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കാനായിട്ട്, നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട്, നമ്മുടെ ലെവൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മാറ്റിയെടുക്കാനല്ല, അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാ ആൾക്കാർക്കും കഴിയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാം നേടി ജീവിക്കാമല്ലോ. അതങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ്സ് നോട്ട് ഫോർ ലോജിക്കലി തിങ്കിങ് പീപ്പിൾ. ലോജിക്ക് വെച്ചിട്ട്, യുക്തി വെച്ചിട്ട് എല്ലാത്തിനെയും അളക്കുന്ന ആളുകൾക്ക് ഇത് സാധിക്കില്ല. പിന്നെ ആർക്കാണ് സാധിക്കുന്നത്? അന്ധമായി വിശ്വസിക്കാൻ കഴിയുന്നവർക്ക്, ഇതിങ്ങനെയാണ് എന്ന് ഉള്ളിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകൾക്ക്. നമ്മൾ കുഴിച്ചു വെച്ച ആ വിത്തിന് വേര് വരുന്നുണ്ട്, വേര് നമുക്ക് കാണാൻ കഴിയില്ല, എങ്കിലും അത് വരുന്നുണ്ട് എന്ന് വിശ്വസിച്ച് അതിൻ്റെ മുള പുറത്തു വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കൃഷിക്കാരൻ്റെ മനസ്സില്ലേ, അതവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് ആയിട്ടുള്ളൊരു വിശ്വാസം, അതിനെ ഒരു അന്ധമായിട്ടുള്ള വിശ്വാസം എന്ന് പറയാം. നമ്മൾ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് അതിന് അന്ധമായ വിശ്വാസം എന്ന് പറയാം.
അന്ധവിശ്വാസത്തെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് നമ്മളെ വേറൊരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കാണാത്തൊരു കാര്യം വിശ്വസിക്കാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിനെ ഇത് സംഭവിക്കുന്നുണ്ട്, എനിക്ക് ഇത് കിട്ടേണ്ടതാണ്, ഞാൻ അതിനുള്ള അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് ചിന്തിച്ച് വിശ്വസിച്ച് കാത്തിരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറയാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, എൻ്റെ സ്വന്തം ലൈഫ് കൊണ്ട് അത് സ്വന്തമായിട്ട് തെളിയിക്കുക എന്നല്ല, അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ ഉള്ള ഏതാണ്ട് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ ടീച്ചേഴ്സിൻ്റെയും പെയ്ഡ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ട് കുറേ നാൾ ഞാൻ ടെക്നിക്ക് ഒന്നും ഞാൻ ചെയ്തില്ല. ഒരു പ്രത്യേകിച്ച് ഒരു ആക്ഷനും ഞാൻ ചെയ്തില്ല. ക്ലാസ്സുകൾ കേൾക്കുന്നതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് ഞാൻ ആക്ഷൻ എടുത്തു തുടങ്ങിയോ അന്ന് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ഞാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ഇപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. ഒരു സ്ക്രിപ്റ്റും എഴുതാതെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കുക. എനിക്കത് വലിയൊരു പ്രചോദനമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അഫർമേഷൻ എഴുതാനോ പ്രാക്ടീസ് ചെയ്യാനോ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്നോട് കമൻസിൽ പറയുക. ഞാൻ എനിക്ക് കഴിയുന്ന ഹെൽപ്പ് ചെയ്തു തരാം. അഫർമേഷൻസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അഫർമേഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു ഓൾ.